അന്തരിച്ച വിഖ്യാത ഗായിക എസ് ജാനകിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട്. മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ പൊതുദർശനം തുടരുകയാണ്. മൃതദേഹം രാവിലെ 8-ന് ബൊഗഡിയിലെ വസതിയിലെത്തിച്ചിരുന്നു. കർണാടക സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, വിവിധ ഭാഷകളിലായി ജനങ്ങളുടെ സംഗീതാസ്വാദകരുടെ മനം കവർന്ന പ്രിയ പിന്നണി ഗായികയാണ് മറയുന്നത്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഏതൊക്കെ പ്രമുഖരെത്തി? എങ്ങനെ പൊതുദർശനം പുരോഗമിക്കുന്നു? ഗായിക എസ് ജാനകിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മൈസൂരു മഹാരാജാസ് ഗ്രൗണ്ടിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുകയാണ്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച പൊതുദർശനമാണ്. ഇവിടേക്ക് കാലാവസ്ഥ പ്രതികൂലമായിരുന്നു, പലപ്പോഴും മഴ അനുഭവപ്പെട്ടു. പക്ഷേ ഇതൊന്നും തന്നെ വകവയ്ക്കാതെ നിരവധി ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാനെത്തുന്നു. സാധാരണക്കാരൻ മുതൽ ചലച്ചിത്ര രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും പ്രമുഖർ ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾ അന്ത്യോപചാരം അർപ്പിച്ചു. കർണാടക സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി യതീന്ദ്ര സിദ്ധരാമയ്യയാണ് എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. സംഗീത സംവിധായകൻ ഹംസലേഖ ഉൾപ്പെടെയുള്ളവർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ജാനകിയമ്മയുടെ ആഗ്രഹപ്രകാരമാണ് മൈസൂരിൽ അന്ത്യവിശ്രമത്തിനുള്ള സൗകര്യമൊരുക്കുന്നത്. കൊച്ചുമകൾ അപ്സര മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കും. മൈസൂരു അപ്പോളോ ആശുപത്രിയിലായിരുന്നു എസ് ജാനകിയുടെ അന്ത്യം. ഈ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി 7:30 മണിയോടുകൂടി അന്ത്യം സംഭവിച്ചു. 20ഓളം ഭാഷകളിൽ 20,000-ലേറെ പാട്ടുപാടി ഹൃദയങ്ങൾ കീഴടക്കിയാണ് ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി വിട പറയുന്നത്. 2017 താൻ ഈ ഗാനരംഗത്ത് നിന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ ഗാനങ്ങൾ അവതരിപ്പിക്കുന്ന ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നുവെന്ന ഒരാഗ്രഹം പ്രകടിപ്പിച്ച് അങ്ങനെ പൊതുവേദികളിൽ നിന്ന് ജാനകി മാറുകയായിരുന്നു. ആന്ധ്ര ഗുണ്ടൂരിലെ ആയുർവേദ ഡോക്ടർ ശിസ്തല രാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി 1938 ഏപ്രിലായിരുന്നു ജാനകിയുടെ ജനനം. ജാനകിയെ ലോകമറിയുന്ന ഗായികയായി വളർത്തിയത് നാടക കലാകാരനായ അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ മകൻ വി രാമപ്രസാദുമാണ്. ജാനകിയും രാമപ്രസാദും 1958 വിവാഹിതരാവുകയും ചെയ്തു. 97 അദ്ദേഹം മരിച്ചതോടെ സംഗീത രംഗത്ത് നിന്ന് മാറി നിന്ന ജാനകി പിന്നീട് ആരാധകരുടെ നിർബന്ധപ്രകാരമാണ് വീണ്ടും വേദികളിലേക്ക് എത്തിയത്. 1957 19ാമത്തെ വയസ്സിൽ മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജാനകി ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. ആ വർഷം തന്നെ പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിനു വേണ്ടി വിധിയൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയാണ് തുടക്കം. തുടർന്ന് മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ പാടാനുള്ള കരാറുകൾ വളരെ പെട്ടെന്ന് തന്നെ ജാനകിയെ തേടി എത്തുകയായിരുന്നു. മലയാളത്തിൽ മാത്രം, മലയാള ചലച്ചിത്ര മേഖലയിൽ മാത്രം ഏതാണ്ട് 1200-ലേറെ പാട്ടുകളാണ് ജാനകി പാടിയത്. പ്രത്യേകിച്ച് ബാബുരാജിൻ്റെ ഗാനങ്ങളിലൂടെയാണ് കൂടുതൽ ശ്രദ്ധേയമായത്. തുടക്കകാലത്ത് ശാസ്ത്രീയ സംഗീതം പഠിക്കാതെയാണ് ജാനകി ഇങ്ങനെ 10,000-കണക്കിന് പാട്ടുകൾ പാടിയതെന്ന പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ SBBയുമായൊക്കെ ചേർത്ത് വായിക്കണം. SB ബാലസുബ്രഹ്മണ്യം ഇങ്ങനെ ശാസ്ത്രീയമായി പാട്ട് പഠിക്കാത്ത ആളാണ്. ഇരുവരും ചേർന്ന് സിനിമയിൽ പാടിയതിന് പുറമെ ഗാനമേള വേദികളുണ്ടായിരുന്നു. അങ്ങനെ പല സ്റ്റേജ് ഷോകളിലും ഈ 2 പേരും ചേർന്ന് അവതരിപ്പിച്ച ഗാനങ്ങൾ, ഇതെല്ലാം തന്നെ യഥാർത്ഥ പ്രതിഭ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങൾ. അതിൽ ഒരാൾ കൂടി വിട പറയുകയാണ്. ആ തരത്തിലുള്ള ദുഃഖം അവശേഷിക്കുന്നു. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ 4 തവണ ജാനകിയെ തേടിയെത്തി. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതി 11 തവണയും സ്വന്തമാക്കിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 22 അവാർഡുകളാണ് ജാനകിയെ തേടിയെത്തിയത്. ഇതിനിടെ പത്മ പുരസ്കാരം കിട്ടിയെങ്കിലും അത് നിരസിക്കുകയായിരുന്നു. മലയാളത്തെ സംബന്ധിച്ചും വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എത്രയോ തലമുറകൾ നെഞ്ചിലേറ്റിയ ഗായിക ഒരുപക്ഷെ ഇനിയും ഒരു പാട്ടിൻ്റെ നദിയായി തലമുറകളിലൂടെ ജാനകി അനശ്വരയായി ഒഴുകുക തന്നെ ചെയ്യും. രേണുക, തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. പൊതുദർശനം തുടരുകയാണ്. ഓരോ ഗാനവും അനശ്വരമാക്കിയ ഇതിഹാസ ഗായികയാണ് വിട നൽകുന്നത്. നമ്മൾ ഇന്നലെ മുതൽ കേൾക്കുന്ന പ്രതികരണങ്ങൾ, അത് ഏത് തലമുറയിൽപ്പെട്ട ഗായകരായാലും അവർക്കുണ്ടായിട്ടുള്ള വലിയ നഷ്ടമൊപ്പം ജാനകി അമ്മ എന്ന അവർ ഹൃദയത്തോട് ചേർത്ത ആ വലിയ പ്രതിഭ, അവരെങ്ങനെ ആരാധിക്കുന്നു, എങ്ങനെയാണ് ഒരു ഗുരുസ്ഥാനത്ത് അവരെ കണ്ടത് തുടങ്ങിയ പല പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വിട നൽകുന്ന വേദനയോട് കൂടിയാണ് ഇപ്പോൾ അവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ഇടം
ഇടത്ത് ഓരോരുത്തരും വന്ന് ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്നത്. അവർക്ക് ഏറ്റവും അടുത്ത ഒരാളെ നഷ്ടപ്പെട്ട വേദനയാണ്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ കർണാടക സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആഗ്രഹപ്രകാരം ആണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് എന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. നമുക്കൊപ്പം സജീവ് സി വാര്യർ കൂടി ചേരുകയാണ്. സജീവ് സി വാര്യർ, തലമുറകളെ പ്രചോദിപ്പിച്ച ഗായികയാണ് മടങ്ങുന്നത്. ഇന്ത്യൻ പിന്നണി ഗാന രംഗത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ എടുത്താൽ അതിൽ ഒരു വ്യക്തി എന്ന് തന്നെ പറയാം. വലിയ നഷ്ടം സംഗീത ലോകത്തെ സംബന്ധിച്ച്, സംഗീതാസ്വാദകരെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നു. പക്ഷേ ജാനകിയമ്മ അനശ്വരമാക്കിയ ഗാനങ്ങൾ തുടർന്നും അതുപോലെ തന്നെ നിൽക്കും. എങ്ങനെയാണ് നമ്മൾ ആ വിടവിനെ നോക്കിക്കാണേണ്ടത്? പറഞ്ഞ പോലെ ഇന്നലെ അത് അവരുടെ മരണത്തിനെ തുടർന്നുണ്ടായ നമ്മുടെ ലൈവിൽ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ ഓരോ ഭാഷയോടും കൃത്യമായി കൂറു പുലർത്തിയിരുന്നു. അതിന്റെ ഓരോ വാക്കുകളും കൃത്യമായ അക്ഷരവിന്യാസത്തോടെ അത് പാടാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമം അവർ നടത്തിയിരുന്നു. അന്നത്തെ സംവിധായകരും അല്ലെങ്കിൽ സംഗീത സംവിധായകരും ലിറിസിസ്റ്റുമാരും എല്ലാം തന്നെ, അതായത് സംഗീത ഗാനരചയിതാക്കളും എല്ലാം തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം, അവർ ഒപ്പം ഇരുന്ന് പാട്ടുകൾ പഠിക്കുക. അത് പാട്ടുകൾ പഠിക്കുന്ന പാട്ടിന്റെ ട്യൂണല്ല, പാട്ടിന്റെ അക്ഷരങ്ങളെ കൃത്യമായി വിന്യസിക്കാൻ വേണ്ടി, കൃത്യമായി ഉച്ചരിക്കാൻ വേണ്ടിയുള്ള ശ്രമം അവർ നടത്തിയിരുന്നു. അതുകൊണ്ട് മലയാള ഭാഷയിൽ തെലുങ്കിൽ നിന്ന് വരുന്ന ഒരു ഗായികയ്ക്ക് അത്ര എളുപ്പം വഴങ്ങാത്ത ഒട്ടേറെ, സുശീല അടക്കം മുൻപുണ്ടായിരുന്ന ഓരോ ഗായികമാരും ആർക്കും സംഭവിച്ച പിഴവുകളുണ്ട്. അവർ റാ എന്ന വാക്ക് രാ എന്ന് പാടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഴ കൃത്യമായി വഴങ്ങാത്ത, അത്തരം അക്ഷരങ്ങൾ വഴങ്ങാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ടാണ് അവർ മലയാളി തന്നെയാണ് എന്ന് അന്നത്തെ തലമുറയ്ക്ക്, അന്നത്തെ മലയാളികൾക്ക് തോന്നുന്ന തരത്തിലാണ് അവരുടെ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങൾക്കുള്ള അടുപ്പം എസ് ജാനകിയുമായി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അവരുടെ ശബ്ദത്തിന്റെ പ്രത്യേകത, ഏത് സ്ഥായിലും വഴങ്ങുന്ന ഒരു ശബ്ദമായിരുന്നു അവരുടേത്. അവർ നേരത്തെ പൈതിസ്വാമി എന്ന നാദസ്വര വിദ്വാന്റെ ശിഷ്യയായിട്ടാണ് അവർ ആദ്യം സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. ആ സമയത്ത് തന്നെ ഈ കുട്ടിക്ക് സരിഗമയൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ജന്മസിദ്ധമായി തന്നെ നിനക്ക് ദൈവം അത് തന്നിരിക്കുന്നു എന്ന് പൈതിസ്വാമി പറഞ്ഞതായി അവർ പിന്നീട് പറയുകയുണ്ടായി. എന്തായാലും നാദസ്വരത്തിനൊത്ത് ആണ് അവർ പാട്ടുകൾ പഠിച്ചിരുന്നത്. നാദസ്വരത്തിൽ പൈതിസ്വാമി വായിക്കുന്നു, അതിനൊത്ത് അവർ പാടുന്നു. ആ തരത്തിലാണ് ആദ്യം പാട്ട് പഠിച്ചിരുന്നത്. പിന്നീടൊരിക്കൽ അവർ ശൃംഗാരവേലനെ ദേവ എന്ന പാട്ട് പാടുമ്പോൾ നാദസ്വരത്തോട് മത്സരിച്ച് പാടുന്നതായിരുന്നു സിനിമയിലെ സീൻ. അതിനനുസരിച്ച് അവർ പാടി തെളിയിച്ച ഒരു ഗാനമായിരുന്നു അത്. വലിയ തോതിൽ പ്രകീർത്തിപ്പിക്കപ്പെട്ട ജാനകിയമ്മയുടെ കഴിവ് അക്കാലത്ത് ശൃംഗാരവേലനെ വേല എന്ന പാട്ട് തന്നെയായിരുന്നു. ആ തരത്തിൽ പിന്നീട് അവരുടെ ഓരോ ഗാനവും ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തരത്തിലുള്ള ശബ്ദവിന്യാസമാണ് അവർ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ പാട്ടുകൾ ഓരോന്നും എടുത്തെടുത്ത് പറയാൻ നമുക്ക് ഈ ഒരുപാട് എപ്പിസോഡുകൾ വേണ്ടി വരും. നമ്മൾ ഒട്ടേറെ ദിവസങ്ങൾ സംസാരിക്കേണ്ടി വരും. ആ തരത്തിൽ അവർ, അതായത് കടുത്ത ആസ്മ രോഗിയായിരിക്കുമ്പോൾ തന്നെ ഓരോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലും മൈക്കിന് മുന്നിൽ നിൽക്കുമ്പോഴും വോയിസ് ബൂത്തിൽ നിൽക്കുമ്പോഴും അവർ പാടുന്നത് അഭൗമമായ രീതിയിലായിരുന്നു എന്ന് അന്നത്തെ സംഗീത സംവിധായകരും ഒപ്പം ഈ റെക്കോർഡിസ്റ്റുകളും എല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ തരത്തിൽ പ്രത്യേകിച്ച് ഒരു സ്ത്രീ വന്ന് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വന്ന് പാടുന്ന രീതിയല്ല അത് ഒരു പക്ഷെ അവർ തന്നെയാണോ പാടുന്നതെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ശബ്ദമായിരുന്നു അവരിൽ നിന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നത്. ആ തരത്തിൽ ഏത് സമയത്തും വേദികളിൽ നമ്മൾ കാണാം, വേദിയിൽ അനങ്ങാതെ നിന്ന് ഏത് തരത്തിലുള്ള പാട്ടുകളും, ഒരുപക്ഷെ ഡിസ്കോ തരത്തിലുള്ള പാട്ടുകളും അല്ലെങ്കിൽ ദുഃഖഗാനങ്ങളും പ്രണയഗാനങ്ങളും എല്ലാം തന്നെ ഒരേ നിൽപ്പിൽ അത് മലയാളികളും തമിഴരും തെലുങ്കരും കന്നഡികരും എല്ലാം തന്നെ അത് ആസ്വദിച്ചിരുന്നു. ഹിന്ദിയിലും മറ്റു തരത്തിലും ജർമ്മൻ ഭാഷയിൽ വരെ അവർ പാടിയിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ പാടി, 10-20 ഭാഷകളിൽ അവർ പാടി. ഓരോ ഭാഷയിലെയും വാക്കുകളോടും അക്ഷരങ്ങളോടും കൂറു പുലർത്തിയിരുന്നു, നീതി പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ജാനകിയമ്മയുടെ പ്രത്യേകത. ജാനകിയമ്മ അതുപോലെ തന്നെ ഓരോ മനുഷ്യരോടും സ്നേഹത്തോട് മാത്രം പെരുമാറി. അനാവശ്യമായ സംസാരം ഉണ്ടായിരുന്നില്ല. സംഗീതത്തെ കുറിച്ചല്ലാതെ അവർ മറ്റൊന്നും ആലോചിക്കുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഉണ്ടായിരുന്നില്ല. അവരെപ്പോഴും സംഗീതത്തെ ഉപാസിച്ചുകൊണ്ടിരുന്നു. ഈ യേശുദാസിനെ വെച്ച് താരതമ്യപ്പെടുത്തിയാൽ അവരും ഈ തരത്തിൽ ഡെഡിക്കേഷൻ, അതായത്
സംഗീതത്തോടുള്ള ഉപാസന അത്രത്തോളമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർ മരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വരെ അവർക്ക് അനായാസമായി പാടാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും അവർ ഭർത്താവിന്റെ മരണശേഷം അവരുടെ പൊട്ട് ഉപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ അവർ വേദികളിൽ നിന്ന് വരാൻ താല്പര്യം കാണിച്ചില്ല. പിന്നീട് 2017 അവർ സംഗീത ലോകത്തുനിന്ന് വിട പറയുകയാണ് എന്ന തരത്തിൽ അവരൊരു വേദിയിൽ മൈസൂരിലെ മാനസിംഗപുത്രി ഓഡിറ്റോറിയത്തിൽ അവർ പാടുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷവും 1-2 ചിത്രങ്ങളിൽ അവർ പാടിയെങ്കിലും നിരന്തരമായ അവരുടെ ഒരു സാന്നിധ്യം ഇല്ലാതായി. എങ്കിലും നമ്മൾക്ക് എപ്പോഴും ഓർക്കാവുന്ന ഒട്ടേറെ ഗാനങ്ങൾ അവശേഷിപ്പിച്ച് അത് ഏറ്റവും മേന്മയോടെ പാടിവെച്ചിട്ടാണ് ജാനകിയമ്മ മൺമറഞ്ഞു പോകുന്നത്. ആ വേദന നമുക്കുണ്ടെങ്കിലും ജാനകിയമ്മ അവിടെ ഉണ്ട് എന്നുള്ള ഒരു സന്തോഷം നമുക്ക് ഇല്ലാതെ പോയെങ്കിലും അവരുടെ ഗാനങ്ങൾ എപ്പോഴും ഉണ്ടാകും. നമുക്ക് ശേഷവും അത് ഇവിടെ ജീവിക്കും എന്ന് നമുക്ക് ഓർത്തിരിക്കാം. രേണുക, 5 പതിറ്റാണ്ടിലേറെ ഇന്ത്യൻ സംഗീത ലോകത്ത് നിറഞ്ഞു നിന്ന ഇതിഹാസമാണ് വിടവാങ്ങുന്നത്. മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനം തുടരുകയാണ്. രാജ്യത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജാനകിയമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ ജാനകിയമ്മയുടെ ആഗ്രഹപ്രകാരം നടക്കുക. ഫാം ഹൗസിലാണ് സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തലമുറകളെ സംഗീതത്തിലേക്ക് ആകർഷിച്ച ഇതിഹാസമാണ് വിട നൽകുന്നത്. വലിയ നഷ്ടമാണ് എങ്കിലും ജാനകിയമ്മ അവശേഷിപ്പിച്ച സംഗീതം നിലനിൽക്കും.